മുത്തശ്ശ മുത്തശ്ശ, ഇന്ന് കണ്ണന്റെ ഏത് കഥയാ പറയണേ? കുട്ടികളെ നമസ്കാരം. ഇന്ന് മുത്തശ്ശൻ കണ്ണൻ്റെ കഥകൾ പറയുമ്പോൾ അതിൽ ഒരു അരിഷ്ടൻ എന്ന് പറഞ്ഞൊരു അസുരനുണ്ട്. ആ അസുരനെ കണ്ണൻ കൊന്നതായിട്ടുള്ള കഥയാണ് ആദ്യം പറയാൻ പോണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലുക, പിന്നെ കഥ കേൾക്കുക. അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം. അപ്പോൾ അത് ചൊല്ലും, അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം. വക്രതുണ്ടമഹാകായം കോടിസൂര്യസമപ്രഭം സമപ്രഭം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ. ജനകായ നമോ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ല. എല്ലാ കുട്ടികൾക്കും മുത്തശ്ശൻ്റെ നമസ്കാരം. ഇന്ന് മുത്തശ്ശൻ കുറച്ച് വൈകി, കുറേ തിരക്കുകളായിരുന്നു. അത് കാരണമാണ് കഥ പറയാൻ വൈകിയത്. അപ്പോൾ അതിപ്പോൾ കഥ നിങ്ങളുടെ അടുത്തേക്ക് വരും ഇതിൻ്റെ പിന്നാലെ. അപ്പോൾ കണ്ണൻ വൃന്ദാവനത്തിലേക്ക് പശുക്കളെ മേയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഗോപികമാരെന്ത് ചെയ്യും? അവരിങ്ങനെ കണ്ണനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. കണ്ണൻ അവിടെ പോയി എന്താവും ചെയ്യണ്ടാവുക, കണ്ണൻ അവിടെ പോയി ഓടക്കോഴിൽ വിളിക്കും. ആ ഓടക്കോഴിൽ വിളിക്കുമ്പോൾ കണ്ണൻ്റെ ഓടക്കോഴിലിൻ്റെ വിളി കേട്ടിട്ട് ഗോപികമാർ വിചാരിക്കുകയാണ് ഇപ്പോൾ കുയിലുകളൊക്കെ അതിങ്ങനെ കേട്ട് അവർ പാട്ട് പാടും ഇല്ലേ? കുയിലിൻ്റെ പാട്ട് ഗംഭീരമാണ്. അപ്പോൾ കുയിലുകൾ ഇങ്ങനെ പാട്ട് പാടലൊക്കെ നിർത്തും. അതേപോലെ മയിലുകൾ എന്താ ചെയ്യുക? സാധാരണ മയിലുകൾ നൃത്തം വയ്ക്കും. വലിയ മയിൽപ്പീലൊക്കെ വിടർത്തി ആൺമയിലുകൾ അല്ലേ? അങ്ങനെയാണ് ചെയ്യുക. അപ്പം ഇതേപോലെ ഈ മയിലുകളപ്പോൾ എന്ത് ചെയ്യും? കണ്ണൻ്റെ ഓടക്കുഴലിൻ്റെ നാദം കേൾക്കുമ്പോൾ അവരുടെ ആ ആട്ടവും നിർത്തും, ഡാൻസൊക്കെ നിർത്തും. ഇങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിലാണെന്നാണ്.
ഈ നദികളൊക്കെ സാധാരണ എങ്ങനെയാണ്, പുഴകളൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ കണ്ണൻ്റെ ഓടക്കുഴലിൻ്റെ നാദം കേൾക്കുമ്പോൾ നദികളൊക്കെ പതുക്കെയാക്കുത്രേ. കണ്ണനെ ഇങ്ങനെ കണ്ണൻ്റെ കാലിലെ പൊടി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കും എന്ന് പറയുന്നു. പിന്നെ മരങ്ങളിലൊക്കെ ധാരാളം പഴങ്ങളുണ്ടാവും. ഈ പഴങ്ങളൊക്കെ അവർ കണ്ണൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇടും. എങ്ങനെ? അവരിങ്ങനെ കാറ്റത്ത് ഇളകുമ്പോൾ പഴം താഴെ വീഴുന്നതാണ്. പക്ഷെ ഗോപിമാർ പറയുകയാണ് ആ കണ്ണനോടുള്ള സ്നേഹം കാരണം ഈ മരങ്ങളൊക്കെ കണ്ണന് പഴം കൊടുക്കണു. ഇങ്ങനെ കണ്ണൻ വൃന്ദാവനത്തിൽ പശുക്കുട്ടികളെ മേയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ആവും ഉണ്ടാവുക. പിന്നെ എന്ത് ചെയ്യണ്ടാവും? ഇപ്പോൾ തിരിച്ചു പോരേണ്ട സമയമാകുമ്പോൾ കണ്ണൻ പശുക്കളെ മുഴുവൻ എണ്ണി നോക്കും. അതിന് അങ്ങനെ എണ്ണാനായിട്ടൊരു മാലയൊക്കെ ഉണ്ട്. അതിലിങ്ങനെ 1, 2, 3, 4 നമ്മൾ നേരത്തെ കേട്ടില്ലേ, വത്സാസുരൻ, ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നൊരസുരൻ. ആ അസുരനെ ഇങ്ങനെ എണ്ണുന്നതിനിടയിലാണ് കണ്ണൻ കണ്ടുപിടിച്ചതും കാലുമ്മ പിടിച്ച് വലിച്ച് ദൂരേക്ക് എറിഞ്ഞതും. ഇങ്ങനെ ഓരോ തരത്തിൽ കണ്ണൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗോപികമാർ പറയാ, ഞങ്ങൾക്ക് മാത്രം കണ്ണനെ കാണാണ്ടുള്ള വിഷമം. അപ്പം ഇനി എന്തു ചെയ്യും? കണ്ണനെ കാണാനിങ്ങനെ കാത്തിരിക്കും. വൈകുന്നേരമാവുമ്പോൾ കണ്ണൻ പശുക്കുട്ടികളോടൊക്കെ കൂടി ഗോപന്മാരോടൊക്കെ കൂടി പാട്ടൊക്കെ പാടി കൊമ്പൊക്കെ വിളിച്ച് ഓടക്കുഴലൊക്കെ വിളിച്ച് അവരിങ്ങനെ വരും. ഏതുപോലെ എന്നാണ് പറയണത്? സൂര്യനാവുമ്പോൾ നല്ല ചൂടാണ്, ചന്ദ്രനാവുമ്പോഴോ ചന്ദ്രന് നല്ല തണുപ്പ്. അതുകൊണ്ട് ചന്ദ്രനെ ശീതാംശു എന്നാണ് വിളിക്കുക. അപ്പോൾ നല്ല തണുപ്പാണ് ചന്ദ്രൻ്റെ കിരണങ്ങൾക്ക്. അതേപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുമ്പോൾ സന്ധ്യാവാറാവുമ്പോൾ കണ്ണൻ ശ്രീകൃഷ്ണചന്ദ്രൻ ഇങ്ങനെ നടന്ന് വരും എന്നാണ്. അങ്ങനെ ഗോപികമാർക്ക് എപ്പോഴും കണ്ണനെ കണ്ടാലും കണ്ണനെ കണ്ടില്ലെങ്കിലും കണ്ണനെക്കുറിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. എപ്പോഴും കണ്ണനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, കംസൻ്റെ വേറൊരു ഭൃത്യനാണ് അരിഷ്ടൻ. കംസൻ്റെ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ പ്രലംബൻ, ബകൻ, ചാണൂരൻ, തൃണാവർത്തൻ, അഘാസുരൻ, മുഷ്ടികൻ, അരിഷ്ടൻ, ദ്വിവിതൻ, പൂതന, കേശി, ധേനുകൻ. ഇതൊക്കെയാണ്. ഇതിൽ കുറേ ആളുകളെയൊക്കെ കണ്ണൻ കൊന്നു. അപ്പം ഇതിൽ അരിഷ്ടൻ എന്നുള്ള അസുരൻ കണ്ണനെ കൊല്ലണമെന്ന് വിചാരിച്ചു വരികയാണ്. എങ്ങനെയാണ് അവൻ്റെ വരവ്? അവനൊരു കാളയുടെ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ കാള എന്ന് പറഞ്ഞാൽ വലിയൊരു കാളയാണ്. ഗോകുലത്തിലേക്ക് കണ്ണനെയും ഗോപന്മാരെയൊക്കെ തൻ്റെ ആ ദേഹം കൊണ്ട് അവരെയൊക്കെ കുത്തി വീഴ്ത്തി കൊമ്പ് കൊണ്ട് കുത്തി കോർത്ത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അവൻ്റെ വരവ്. അങ്ങനെ വലിയൊരു പർവ്വതം വരണത് പോലെയാണ് അരിഷ്ടം വരുന്നത്. ഗോപികമാരും ഗോപന്മാരും പശുക്കളും പശുക്കുട്ടികളും ഒക്കെ പേടിച്ചു. അവരൊക്കെ കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കൃഷ്ണ രക്ഷിക്കണേ, കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടി വന്നു. അപ്പോൾ അവൻ്റെ വരവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? ഭഗവാൻ നേരെ കണ്ണനടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ആ കൊമ്പും അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് തള്ളിയപ്പോൾ 18 അടി ദൂരം അങ്ങോട്ട് പുറകിലേക്ക് പോയിത്രേ ഈ അരിഷ്ടാസുരൻ. അപ്പോൾ അവന് ദേഷ്യം വന്നു. അങ്ങനെയാണല്ലോ, അവനെ അങ്ങോട്ട് തള്ളി മാറ്റിയപ്പോൾ ദേഷ്യം വന്നു. എന്നിട്ടോ അവൻ കൃഷ്ണൻ്റെ നേർക്ക് വീണ്ടും ഓടി ഇങ്ങോട്ട് വന്നു. അങ്ങനെ ദേഷ്യത്തിൽ വന്നപ്പോൾ അവൻ്റെ 2 കൊമ്പും അങ്ങോട്ട് പിടിച്ചു അരിഷ്ടൻ്റെ. എന്നിട്ടോ അവനെ പിടിച്ച് താഴേക്ക് അങ്ങോട്ട് തട്ടിയിട്ടു. അവൻ്റെ മുകളിലേക്ക് കണ്ണൻ തൻ്റെ കാല് അങ്ങോട്ട് കയറ്റി വെച്ചു. കാളിയും പാമ്പിൻ്റെ മുകളിലേക്ക് കാല് കയറ്റി വെച്ചില്ലേ? ആ കാളിയൻ്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ ഇവനും
വലിയ അഹങ്കാരത്തോടു കൂടി കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? ഈ മുകളിൽ അങ്ങോട്ട് കയറി നിന്ന് കഴുത്തങ്ങോട്ട് പിരിച്ചു. മുണ്ട് പിഴിയണത് പോലെ. മുണ്ട് പിഴിയണ കണ്ടിട്ടില്ലേ? അമ്മമാരും ഒക്കെ പിഴിയണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ പിടിച്ചങ്ങോട്ട് തിരിക്കുക. അതേപോലെ ഈ അരിഷ്ടാസുരനെയും പിഴിഞ്ഞങ്ങോട്ട് കൊന്നു. അപ്പോഴേക്കും ദേവന്മാർ മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് പുഷ്പങ്ങൾ ഭഗവാന്റെ ആ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടു. അരിഷ്ടവധവും കഴിഞ്ഞു. ഇപ്പോൾ കണ്ണനിനി ഇവിടുന്ന് മധുരയിലേക്ക് പോകണം. മധുരയിലാണ് കണ്ണൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും അല്ലേ? ഇവർ വളർത്തമ്മയും വളർത്തച്ഛനുമാണ്, യശോദയും നന്ദഗോപരും. ശരിക്കുള്ള അച്ഛനും അമ്മയും ആരാ? ശരിക്കും കണ്ണൻ അങ്ങനെ അച്ഛനും അമ്മയൊന്നുമില്ല, എല്ലാം കണ്ണൻ തന്നെയാണ് അല്ലേ? പക്ഷേ ഇങ്ങനെ ഒരു വേഷം കിട്ടുമ്പോൾ അച്ഛനും അമ്മയും ആരാണ്? ദേവകിയും വസുദേവരും. അപ്പോൾ നാരദൻ മഹാസൂത്രക്കാരനാണ് അല്ലേ? കണ്ണൻ്റെ കളികളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കാൻ ഓരോ സൂത്രങ്ങൾ ഈ നാരദൻ ഒപ്പിക്കും. നാരദൻ എന്താ ചെയ്തതെന്നറിയോ? നാരദൻ നേരെ കംസൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ കംസൻ പറഞ്ഞു, നമസ്കാരം നാരദ മഹർഷേ, വരൂ വരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ നാരദൻ പറഞ്ഞു, കംസ മഹാരാജാവേ, ഞാനൊരു കാര്യം പറയുന്നത് കേട്ടിട്ട് ഞെട്ടരുത്. കംസൻ പറഞ്ഞു, പറഞ്ഞോളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു 10-11 കൊല്ലം മുമ്പ് അങ്ങ് ആ ദേവകിയുടെ മകളെ നിലത്തടിച്ചപ്പോൾ ആ പെൺകുട്ടി മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. എന്നിട്ട് ഒരു ദേവിയായിട്ട് അങ്ങക്ക് അങ്ങനെ കാണിച്ചു തന്നു ഇല്ലേ? അപ്പോൾ ആരാ അത്? അത് സാക്ഷാൽ യോഗമായ ദേവിയാണ്. ദേവകിക്കുണ്ടായ മകളൊന്നുമല്ല അത്. ദേവകിക്കുണ്ടായ മക്കളെ പറഞ്ഞാൽ 7ാമതായിട്ടുണ്ടായത് രാമനാണ്, 8ാമതായിട്ടുണ്ടായത് കൃഷ്ണനാണ്. ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്ന് കേട്ടില്ലേ? ആ ഗർഭത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെ നന്ദഗോപുരുടെ അടുത്തുള്ള രോഹിണിയുടെ വയറ്റിൽ കൊണ്ടുപോയി വെച്ചു. ആരാ? യോഗമായ ദേവി. എന്നിട്ട് ഇവിടെ ഉണ്ടായ കൃഷ്ണനെ വസുദേവര് അവിടെ നന്ദഗോപുരുടെ അടുത്ത് കൊണ്ടാക്കി. എന്നിട്ട് നന്ദഗോപുരുടെ മകളായിട്ടാണ് ഈ അങ്ങ് കണ്ട ദേവി ഉണ്ടായത്. ആ പെൺകുട്ടിയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇതാരും അറിഞ്ഞില്ല. അങ്ങ് അറിഞ്ഞില്ല, അങ്ങയുടെ കാവക്കാരറിഞ്ഞില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ദേവി കരഞ്ഞു, കാവക്കാരറിഞ്ഞു, അങ്ങ് ചെന്ന് കൊല്ലാൻ നോക്കി. ഇപ്പം എല്ലാം കൃത്യമായില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഈ കൃഷ്ണനും രാമനും കൂടിയാണ് അങ്ങയുടെ ഭൃത്യന്മാരെ മുഴുവൻ കൊന്നത്. ആദ്യം പൂതനെ കൊന്നു, ഇപ്പം അവസാനം അരിഷ്ടാസുരനെ കൊന്നു. അതിനിടയിൽ ശകടാസുരനെ കൊന്നു, തൃണാവർത്തനെ കൊന്നു, വത്സാസുരനെ കൊന്നു, ബകാസുരനെ കൊന്നു, അഘാസുരനെ കൊന്നു. ഇങ്ങനെ എത്ര ആളുകളെയാണ് അങ്ങയുടെ ആളുകളെ കൊന്നത്. കംസനും കൂടി ദേഷ്യം വന്നു. ഇപ്പം തന്നെ വസുദേവരെയും ദേവകിയെയും കൊല്ലുക. നാരദൻ പറഞ്ഞു, വസുദേവരെ കൊന്നുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വസുദേവരെ കൊന്നുകൊണ്ടല്ല കാര്യം. നമുക്ക് കൃഷ്ണനെയും രാമനെയും കൊല്ലണം. അവരാണ് നമ്മുടെ ശത്രുക്കൾ. അതുകൊണ്ട് അതിനുള്ള വഴി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നാരദൻ കംസനെ പേടിപ്പിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് പോയി. കംസൻ എന്ത് ചെയ്തു? ആദ്യം തന്നെ മുമ്പ് ദേവകിയെയും വസുദേവരെയും കാരാഗ്രഹത്തിൽ അടച്ചേക്കായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10-11 കൊല്ലം മുമ്പ് കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചതാണ്. ആ ദേവി ഉയർന്നു പൊങ്ങിയപ്പോൾ ഇപ്പോൾ വീണ്ടും അവരെ ജയിലിൽ അടച്ചു. എന്നിട്ട് പറഞ്ഞു, തൻ്റെ ഭൃത്യന്മാരിൽ കേശി എന്ന് പറയുന്ന ഒരസുരനുണ്ട്. കേശിയോട് പറഞ്ഞു, നീ ആ ഗോകുലത്തിൽ പോയി രാമനെയും കൃഷ്ണനെയും കൊല്ലണം എന്ന് പറഞ്ഞയക്കുകയാണ്. കേശി ചെന്നിട്ട് എന്താ ഉണ്ടാവാൻ പോണത് എന്നുള്ളത് മുത്തശ്ശൻ
നാളെ പറഞ്ഞുതരാം. ഇന്ന് മുത്തശ്ശൻ എല്ലാവർക്കും നല്ലൊരു ഉമ്മ തന്ന് എല്ലാവരോടും ടാറ്റ ബൈ ബൈ. ഓക്കെ. ഇന്നിപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോഴേക്കും രാത്രിയാവും അല്ലേ? ചില കുട്ടികളൊക്കെ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. സാരില്ല, നാളെ കാലത്ത് കേട്ടാൽ മതി. ഏതായാലും എല്ലാവരോടും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഓക്കെ.